നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സാമൂഹിക മാധ്യമങ്ങളുടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കോടതി വഴി പരാതി നൽകണമെന്ന് കൊച്ചി പോലീസ്. നിലവിലെ പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ വകുപ്പുകളില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വർ പ്രതിയല്ലെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അറസ്റ്റ് തടയാതിരുന്ന കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഈ മാസം 27 പരിഗണിക്കുന്നതിനായി മാറ്റിവെക്കുകയായിരുന്നു. ഹർജി നൽകിയെങ്കിലും രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ല. എറണാകുളം സെൻട്രൽ പോലീസിലാണ് ഹണി റോസ് പരാതി നൽകിയത്. തൃശൂർ സ്വദേശിയും രാഹുലിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമത്തിലൂടെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ സംഘടിത ആക്രമണം നടത്തുന്നുവെന്നാണ് ഹണി റോസിന്റെ പരാതി. നടിയുടെ വസ്ത്രധാരണത്തെ അടക്കം വിമർശിച്ച് രാഹുൽ ഈശ്വർ രംഗത്തെത്തിയിരുന്നു. ഇതിന് ചുവട് പിടിച്ച സാമൂഹിക മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ വ്യാപക പ്രചാരണമുണ്ടായി. ഇത് ചൂണ്ടിക്കാണിച്ചാണ് നടി ഹണി റോസ് നിയമ നടപടിയുമായി മുന്നോട്ട് പോയത്. പൊതുബോധം തനിക്കെതിരാക്കാനാണ് ശ്രമമെന്നും വലിയ ഗൂഢാലോചന ഇതിന്റെ ഭാഗമായുണ്ടെന്നും ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണമെന്നുമാണ് ഹണി റോസിന്റെ ആവശ്യം. രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം പരാതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. ഹണി റോസിനെതിരെ നടത്തിയ പരാമർശങ്ങളിൽ രാഹുൽ ഈശ്വറിനെതിരെ സംസ്ഥാന യുവജന കമ്മീഷൻ കേസെടുത്തു. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ രാഹുൽ നിരന്തരമായി സ്ത്രീത്വത്തെ അവഹേളിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ദിശ എന്ന സംഘടന യുവജന കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയതായി കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ പറഞ്ഞു. നേരിടുന്ന അധിക്ഷേപം സധൈര്യം തുറന്നു പറയുകയും നിയമപരമായി നേരിടാൻ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്യുന്ന സ്ത്രീകൾ രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്നത് പോലുള്ള വാദങ്ങൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുന്നതായും യുവജന കമ്മീഷൻ അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. പരാതിയിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് തേടിയെന്നും അധ്യക്ഷൻ പറഞ്ഞു. അതിജീവിതകളെ അവഹേളിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തുന്നവർക്ക് ഇത്തരം വേദികളിൽ സ്ഥാനം നൽകരുതെന്ന കാര്യം പരിഗണിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഹണി റോസിന് പുറമെ തൃശൂർ സ്വദേശി സലീമും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു. തനിക്കെതിരായ കേസ് സ്വയം ബാധിക്കുമെന്നാണ് അന്നു രാഹുൽ പറഞ്ഞത്. ഹണി റോസിന്റെ പരാതിയിൽ നേരത്തെ പോലീസ് ബോബി ചെമ്മണ്ണനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം റിമാൻഡിലാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ TV ചാനലുകളിൽ പരാമർശങ്ങൾ നടത്തിയത്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ വിമർശിച്ച രാഹുൽ ഹണി റോസിനെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണമെന്നും പറഞ്ഞിരുന്നു. അതിനിടെ ബോബി ചെമ്മണ്ണൂരിന് എറണാകുളം ജില്ലാ ജയിലിൽ മധ്യമേഖലാ ജയിൽ DIG P അജയകുമാറും ജയിൽ സൂപ്രണ്ട് രാജു എബ്രഹാമും വഴിവിട്ടു സഹായം ചെയ്തെന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സിന് DIG MK വിനോദ് കുമാർ ശുപാർശ ചെയ്തെന്നാണ് വിവരം. ഇന്ന് ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകുന്ന ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും. അപേക്ഷ നൽകാതെയും ഗേറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയും സന്ദർശകരെ അകത്ത് പ്രവേശിപ്പിച്ചു. തടവുകാരന് ചട്ടവിരുദ്ധമായി നേരിട്ട് പണം കൈമാറി. ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തി. സൂപ്രണ്ടിന്റെ മുറിയിൽ തടവുകാരന് ശുചിമുറി സൗകര്യം നൽകി എന്നിവയാണ് ഇരുവർക്കുമെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ. DIG എത്തിയതിന് ബോബി ചെമ്മണ്ണൂരിന്റെ കാറിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്നവരിൽ ഒരാൾ തൃശൂരിലെ പവർ ബ്രോക്കറായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.